വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ എവിടെയെങ്കിലും എന്താ പറയുക ബീച്ചസ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മുകളിലൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വെറൈറ്റിക്ക് ഒരു അമ്പലത്തിൽ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെന്ന് പറയുന്നത് തമിഴ്നാട്ടിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്ത് ചെങ്കോട്ടയിൽ ഒരു കോവിലുണ്ട്. അപ്പോൾ അവിടെയാണ് പോകുന്നത്. അപ്പം തിരുമല കോവിൽ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ ഇറങ്ങുമ്പോൾ അത്ര മഴയില്ല. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി. ഈ വളവ് കഴിഞ്ഞാൽ തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ ഓൾറെഡി ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്തായാലും അമ്പലത്തിലൊക്കെ പോവല്ലേ, അപ്പം ഒരു കേരള സാരിയൊക്കെ ഉടുത്ത് എന്ന് വെച്ചാൽ സാരി ഒക്കെ ഉടുത്തിട്ടാണ് പോകാൻ നിന്നത്. പക്ഷേ കേരള സാരിയാണെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഇവർക്കെല്ലാം കേരള സാരി പട്ടോടൊക്കെ കിട്ടി. എനിക്ക് മാത്രം ഞാനൊരു എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു നമ്മുടെ നോർമൽ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബ്രദറും കസിൻ സിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. എൻ്റെ അനിയനൊരു ചായ പിരാന്തന്. അപ്പോൾ അവന് ചായ വേണം എപ്പോഴും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്നൊരു 40 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിലും ഏകദേശം മഴയാവാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കവിടെ ചെന്നിട്ട് ഈ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ പോകുമ്പോഴവിടെ നല്ല ഭംഗിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 3-3:30 കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂർ മതി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ അന്യംപാറ. ഇത് പണ്ട് അന്യൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെ ആയിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. തിരിച്ച് വന്നപ്പോഴായിരുന്നു കാണാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ എത്താറായപ്പോൾ ദൂരെ നിന്നിങ്ങനെ മലയിലിങ്ങനെ കാണുന്നുണ്ടായിരുന്നു ആ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ ഇനി ഉള്ളതെന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ പടി കയറണം. ഒന്ന് പടി കയറാനുണ്ട്, അല്ലെങ്കിൽ പടി കയറാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ അവിടെ ഒരു പുതിയ റോഡ് പണിഞ്ഞിട്ടുണ്ട്, അതുവഴി കയറി വരാം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭക്തി കൂടിയിട്ട് പോയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ പടി കയറുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് കയറിയാൽ സഫലമാവും എന്നൊക്കെ പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഇത് കയറുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഈ പോകുന്ന അമ്മൂമ്മ വരെ എൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, മക്കളെ അതിനകത്ത് പിടിച്ചോണാടാ അല്ലെങ്കിൽ മറിഞ്ഞെടുത്ത് താഴെ വീഴുമെന്ന് പറഞ്ഞു. കാരണം ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് എനിക്കെന്താ പറ്റിയെന്ന്. ആദ്യമൊക്കെ നല്ല സുഖമായിട്ട് ഭയങ്കര കൂളായിട്ട് ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ആണ്ടടങ്ങുന്നു ഇതായിരുന്നു അവസ്ഥ. അപ്പം എല്ലാവരുടെയും സാരി ഉടുത്തത് വൻ അബദ്ധമായിന്ന് അപ്പം മനസ്സിലായി. കാരണം സാരി ഉരിഞ്ഞ് കൈ വരുന്ന തരത്തിലുള്ള കാറ്റായിരുന്നു. പക്ഷേ ഇത് ഈ പടി കയറുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെറിയ കെട്ടിടങ്ങളുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. പക്ഷേ കയറുന്നതുകൊണ്ടൊന്നും അറിയത്തൊന്നുമില്ല, കാലിന് വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കയറി ചെല്ലുമ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവരൊക്കെ കയറി പോകുന്നുണ്ടല്ലോ, പ്രേതങ്ങൾ കയറി പോകുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവിടെ തമിഴ്നാടല്ല ചെങ്കോട്ട മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെ കയറി ചെന്നു. ഈ പടി കയറാൻ നല്ല പ്രായമായിട്ടുള്ള അമ്മൂമ്മമാരൊക്കെ പടി കയറുന്നുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. കുറേ നേരം അവിടെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഇഷ്ടം പോലെ ആളുണ്ട്, നല്ല ആളുണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ക്ഷേത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് ഫോൺ കയറുമ്പോൾ തന്നെ ഫോണെല്ലാം എടുത്ത് വയ്ക്കും, ഫോട്ടോസൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പം മുരുകൻ്റെ പ്രതിഷ്ഠയായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ ആരും പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു അമ്പലം ഒരൊറ്റ കല്ലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അമ്പലമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ അപ്പോൾ ഞങ്ങൾ അത് ഫുള്ളും ചുറ്റി കാണും. നല്ല രസമാണ് കേട്ടോ, നല്ലൊരു പീസ്ഫുൾ, അത്രയും പേരുണ്ടായാലും ഒരു പീസ്ഫുള്ളായിട്ട് നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു എന്താ ആ ഒരു സംഭവം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അവിടെ നിന്നാലും അതിൻ്റെ ചുറ്റും നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വ്യൂ ഉണ്ട് അവിടെ കാണാൻ. ഡാമൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാറ്റാണ്. ഗായ്സ്, നിങ്ങൾ എന്തോ എടുക്കുകയാണ്? എന്തുവാ പ്ലാസ്റ്റിക് ഒഴിവാക്കിയത്? അത് ഉള്ളിൽ അപ്പോൾ ഇത് ഞങ്ങൾക്ക് സത്യത്തിൽ അവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത് മനസ്സിലാവുന്നില്ല. തമിഴായിരുന്നു ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട്
ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ അനിയന് ചായ കുടിക്കുന്ന സുഖമുണ്ടെന്ന്, അവന് പിന്നെയും ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള അടുത്ത് ചെറിയൊരു ക്യാൻറ്റീൻ പോലൊക്കെ സംഭവമുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ച് ഈ ഒരു ലഡ്ഡു കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ലഡ്ഡു പണി തന്നു. കാരണം ഈ ഒരു ലഡ്ഡു എന്ന് പറയുന്നത് അതിൻ്റെ ഒരെണ്ണത്തിന് 20 രൂപയാണ്. പക്ഷേ ടേസ്റ്റ് ചെയ്യാതെ വാങ്ങിച്ച് അത് ഒരു 8-10 എണ്ണം വാങ്ങിച്ചു. പണി കിട്ടിയിട്ടിരിക്കുകയാണ്. കാരണം എന്താ പറയുക, നമ്മുടെ ഈ കരിപ്പെട്ടിയില്ലേ, അത് മാവിനകത്ത് കുഴച്ച് അങ്ങനെ വെച്ചേക്കുന്ന ഒരു ലഡ്ഡു. അതാണ് അവിടുത്തെ തിരുമല സ്പെഷ്യൽ ലഡ്ഡു എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ കുടിസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഞങ്ങളെ കണ്ട ഹിറ്റ്ലർ, മാധവൻകുട്ടി, പെങ്ങന്മാരും അതേ തോന്നത്തുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു വൈബ്. കാരണം അത്രയും പിള്ളേരും ഒരു ചെറുക്കനും. കാരണം കുറേ കോഴിച്ചെറുക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവളുമാരുടെ പുറകെ നടക്കുമായിരുന്നു. എന്തോന്ന് പറയല്ലോ, പൊങ്ങച്ച പറയുന്നല്ല, സത്യമാണ്. ഇനി അവിടുത്തെ കാറ്റിൻ്റെ ആഘാതം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എൻ്റെ പല്ലിനകത്ത് മൊത്തവും ആ മുടിയെല്ലാം കൂടെ കയറി കുരുങ്ങി ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ കാറ്റ് അത്രയും വീശി അടിച്ചത് അവിടെ ആ ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കുറേ നേരം മഴ നനഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തോട്ട് കയറി നിന്ന്. നേരത്തെ പറഞ്ഞില്ലേ ആ കട. പിന്നെ മഴയൊക്കെ ഏകദേശം ഒന്ന് മാറിയപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടി വഴി ഇറങ്ങാൻ നിന്നില്ല. കാരണം വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്, മറിഞ്ഞടിച്ച് വീഴുമെന്നുള്ള പേടിച്ച് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഈ ഒരു പുതിയ റോഡ് വഴി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഈ മറ്റേതിനകത്തുള്ള പിക്ചർ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റ് പിക്ചറല്ല, നമ്മുടെ ഈ ഡ്രോണിനകത്ത് അതിനകത്തുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ #, അടിച്ച് നോക്കിയാൽ കിട്ടും, തിരുമല കോവിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഒരു 1 day ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി സ്ഥലമാണ്. അപ്പം നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെയൊക്കെ ഇറങ്ങി നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മഴ കാരണം അങ്ങോട്ട് സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ള കുറച്ചിങ്ങനെ ഇങ്ങോട്ട് വന്നപ്പം പുളിയറ എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ സ്നാക്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടാറ്റാ.